നിങ്ങൾ ഈ ദൃശ്യത്തിൽ കണ്ട അക്രമങ്ങൾ വലിയ കുരുക്കാവും. EDയെ വാഹനം തകർത്തും ആക്രമിച്ചും അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസുകൾക്ക് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തിയെന്ന വകുപ്പുകളിട്ട് പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് 6 മാസങ്ങൾക്കും 8 മാസങ്ങൾക്കും 10 മാസങ്ങൾക്കുമൊക്കെ ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ചില സ്ഥലങ്ങളിൽ CBI നേരിട്ട് തന്നെ കേസുകൾ ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാമെങ്കിലും അതിവൈകാരികതയോടെ ആവേശപൂർവ്വം നിലവിട്ട് പെരുമാറിയത് ഒരു തരത്തിലും ഗുണകരമാവില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. EDയുടെ റെയ്ഡ് നടന്നത് പിണറായി വിജയൻ സഖാവിൻ്റെ വീട്ടിലടക്കം 14 സ്ഥലങ്ങളിലാണ്. 1.74 കോടി രൂപയുടെ ക്രമക്കേടിൽ ED നേരത്തെ പറഞ്ഞത് 2.25 കോടിയോളം രൂപ വരും എന്നൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED നടത്തിയ റെയ്ഡുകൾ എല്ലാം സുതാര്യമാണ്, ശരിയാണ് എന്നൊന്നും അവകാശപ്പെടാനാവില്ല. ED പലപ്പോഴും ഈ രാജ്യത്ത് ഒരു എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ ആയുധം തന്നെയാണ്. അതുപയോഗിച്ച് പലരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്, സ്വന്തം പാർട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ആ കേസുകൾ ആവിയായി മാഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമയ്ക്കെതിരെ കെട്ടുകണക്കിന് നോട്ടുകൾ പിടിച്ച ED റെയ്ഡും അന്വേഷണവുമൊക്കെ ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ കുന്തമായി എന്നതാണ് മറുപടി. പക്ഷേ അത്തരമൊരു അന്വേഷണം നടക്കുന്ന വേളയിൽ അതിവൈകാരികതയോടെ ആക്രമണോത്സുകതയോടെ പെരുമാറുന്നത് ഒട്ടും ഗുണകരമായ സംഗതിയല്ല. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലിയിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതുപോലെ അക്രമമുണ്ടായപ്പോൾ അവിടെയൊക്കെ സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നിട്ട് പോലും പ്രതികളെ സംരക്ഷിക്കാനാവാതെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം ഏതാണ്ട് 200 ദിവസങ്ങൾക്കപ്പുറം കഴിഞ്ഞാണ് പലർക്കും ജാമ്യം ലഭിച്ചത്. അത്ര ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ഇവിടെയും അതുതന്നെയാകാനാണ് സാധ്യത. ഇവിടെ ഓർക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ 5 ദിവസം 50 മണിക്കൂറോളം ഏറ്റവും ക്രൂരമായ രീതിയിൽ നാഷണൽ ഹെറാൾഡ് കേസെന്ന് പറഞ്ഞിട്ട് ഒരു പത്രത്തിൻ്റെ ഓഹരി വിറ്റതും വാങ്ങിയതുമൊക്കെയായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. തുടർച്ചയായി 5 ദിവസമാണ് ചോദ്യം ചെയ്തത്. കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള വലിയ പാർട്ടിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ജനാധിപത്യപരമായ പ്രതിഷേധത്തിനപ്പുറം തകർക്കലും തല്ലിപ്പൊട്ടിക്കലുമൊന്നും അവർ ചെയ്തിരുന്നില്ല. പിന്നീട് പ്രിയങ്ക ഗാന്ധിയെയും അവരുടെ ഭർത്താവിൻ്റെ വസ്തു ഇടപാടുമൊക്കെയായി ബന്ധപ്പെട്ട് ED കുറ്റപത്രം നൽകുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നും ആക്രമണോത്സുകതയും വെല്ലുവിളിയും ഗോഗ്വാവിളിയും ഒന്നും തെരുവിലുണ്ടായില്ല. അതിലൊരു വലിയ അനൗചിത്യമെന്ന് പറയുന്നത് റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് കടന്നാക്രമിക്കുന്നത് ഈ വേട്ടകൾക്കൊക്കെ ഇരയായ രാഹുൽ ഗാന്ധിയെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് റെയ്ഡ് നടന്നത് എന്ന പോലെയാണ് പെരുമാറുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇങ്ങോട്ട് വിട്ടത് എന്ന കണക്കിനാണ് പെരുമാറുന്നത്. തൃശ്ശൂരിലെ ഒരു CPIM പ്രതിഷേധ റാലിക്കിടയിൽ കോൺഗ്രസിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്നതായി കണ്ടു. എന്ന് വെച്ചാൽ കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റാണ് EDയെ വിടുന്നതെന്നും അവരുടെ നിയന്ത്രണത്തിലാണ് എന്നുമൊക്കെ വിശ്വസിച്ച് പോരുന്ന നിലയിലേക്ക് കാര്യങ്ങളങ്ങ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടമാണ്, സങ്കടകരമാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ ജേക്കബിനെ പോലെയുള്ള ബുദ്ധിജീവികൾ ഇറങ്ങി അതിന് വിശദീകരണം നൽകുകയും ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, EDയാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും മുറിവേൽക്കപ്പെട്ടിട്ടുള്ളതും കോൺഗ്രസ്സിനാണ്. ഒരുപാട് മുഖ്യമന്ത്രിമാരെ, DK ശിവകുമാറിനെ ദിവസങ്ങളോളം ജയിലിലിട്ടു. അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലിട്ടു. അങ്ങനെ അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയുടെ വീടുകളിലും മറ്റുമൊക്കെ റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്തോ വലിയ ഒരു സംഭവം പോലെയാണ് ഇവിടെ ആ സംഗതിയെ കൈവിട്ട് അക്രമത്തിലേക്ക് കൊണ്ടുപോയത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യനെ കണ്ടോ? ഈ സംസ്ഥാന ഗവൺമെൻറ് തന്നെ കുറ്റപത്രത്തിൽ ഏറ്റവും ക്രൂരമായ ബലാത്സംഗം അടക്കമുള്ള കുറ്റത്തിൻ്റെ വകുപ്പ് വായിച്ചത് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആൾ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവ്. ഏതൊക്കെ വകുപ്പുകളാണ് അവരുടെ മേൽ നിലനിൽക്കുന്നതെന്ന്. അതുകൂടാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെതിരെ കേസെടുത്തതും, പിന്നെ നമ്മുടെ K ബാബു എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഭാര്യയുടെ ജോലിസ്ഥലത്തും മകളെ വിവാഹം കഴിച്ച് വിട്ടെടുത്തും എല്ലാം റെയ്ഡുകൾ നടത്തി. KM ഷാജിയെ റെയ്ഡ് ചെയ്തു. PT തോമസിനെ ഏതോ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് ഏതോ ക്രമക്കേടിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കുരുക്കി അടക്കമുള്ള എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിലുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇ ഡിയുടെ പ്രവൃത്തിയെ ഒട്ടും ന്യായീകരിക്കാത്തതോടൊപ്പം തന്നെ അതിന് ബദലായി പറഞ്ഞു കൂട്ടുന്നതും കാണിക്കുന്നതുമൊന്നും അതിനോളം ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, അതിനേക്കാളും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും ഇത് പാർട്ടി ഘടകങ്ങൾക്കൊരു ഊർജ്ജമാവുകയും എല്ലാ കമ്മിറ്റികളിലും സഖാവ് പിണറായി വിജയനെയും സഖാവ് എം വി ഗോവിന്ദനെയും വറുത്തു കോരിക്കൊണ്ടിരുന്നതിന് ഒരാശ്വാസം കിട്ടിയെന്ന ഗുണമാണ് കൂടുതൽ അതിൽ തെളിഞ്ഞു കാണേണ്ടത്. അല്ലാതെ അവരെ ആക്രമിക്കുക, വാഹനങ്ങൾ തകർക്കുക എന്നൊക്കെ പറയുന്നത് അതിൽ കുടുങ്ങുന്നവൻ്റെ കഷ്ടപ്പാട്. അതുകൊണ്ടാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എസ്.എഫ്. ഐക്കാരനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഒരു ചുമന്ന ഷർട്ടുകാരൻ പറയുന്ന ദൃശ്യങ്ങൾ ചാനലുകളിലൂടെ പോകുന്നുണ്ട്. ആവേശം നല്ലതാണ്, പക്ഷേ അത് കൈവിട്ടു പോയാൽ അനുഭവിക്കേണ്ടി വരുന്നതും ഈ പാവപ്പെട്ട ആളുകളാണ്. ഗുണഫലം കിട്ടുന്നവരെല്ലാം വളരെ സുഖസമൃദ്ധമായി സുഖിച്ച് സമ്പൽ സമൃദ്ധിയോടെ കഴിയുകയും ചെയ്യും.